ഇപ്പോൾ ഇത്രയും കോടി നൽകി 50 വർഷത്തിന് ശേഷം തിരിച്ചടച്ചാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ഈ 31-നുള്ളിൽ ഇത് വിനിയോഗിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളതെന്നല്ല, സാധ്യമായ കാര്യമല്ല. എങ്ങനെയാണ് സർക്കാർ ഇതിനൊരു സമയം നീട്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് അനുവദിക്കപ്പെടാൻ ഇടയുണ്ടോ? എങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങളും ഇതിനെ കാണുന്നത്? ദിവിഷ്, വയനാട് പുനരധിവാസത്തിനായി കുന്നോളം കാത്തിരുന്ന് അല്ലെങ്കിൽ അപേക്ഷ നൽകി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതീക്ഷിച്ച് കാത്തിരുന്ന കേരളത്തിന് ഒരു കുന്നിക്കുരുവോളം നൽകി എന്നുള്ളത് മാത്രമല്ല, കേന്ദ്രം നൽകിയെന്ന് മാത്രമല്ല, അതിന് കടുത്ത നിബന്ധനകൾ വെച്ചു എന്നുള്ളതാണ്. മാർച്ച് 31-നകം ഈ ഇപ്പോൾ വായ്പയെ അനുവദിച്ചിരിക്കുന്ന 529 കോടി തുക, അത് ചെലവഴിച്ചതിൻ്റെ തുക അല്ലെങ്കിൽ കണക്ക് മാർച്ച് 31-നകം നൽകണം. അതായത് 45 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ദിവസത്തിനകം ഇത് ചിലവഴിച്ച് അതിൻ്റെ കണക്ക് കേന്ദ്രത്തിന് കാണിച്ചാൽ മാത്രമേ അത് വായ്പയായി ലഭിക്കൂ എന്നുള്ളത് കടുത്ത നിബന്ധന തന്നെയാണ്. നമുക്കറിയാം, വയനാട് പുനരധിവാസം അവിടെ കെട്ടിട നിർമ്മാണം, റോഡ്, പാലം ഉൾപ്പെടെയുള്ള അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത്. ആ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തത്. ഈ 529 കോടി രൂപ തന്നെ സർക്കാർ വായ്പയായി അനുവദിച്ചത് അത് വക കാണിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഈ 45 ദിവസത്തിനകം എങ്ങനെ സർക്കാരിന് ചെലവഴിച്ച് അതിൻ്റെ തുക കണക്ക് കാണിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ വായ്പയായി ലഭിച്ചു എന്നുള്ളത്, ഇതിൻ്റെ 50 വർഷത്തേക്കുള്ള കാലാവധിയുണ്ട് എന്നുള്ളതൊക്കെ, തിരിച്ചടവ് കാലാവധിയുണ്ട് എന്നുള്ളതൊക്കെ പറയാമെങ്കിൽ കൂടി ഈ ചെലവഴിച്ച തുക ഈ ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എങ്ങനെ സർക്കാരിന് കാണിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. ഇതിന് മറികടക്കാൻ വേണ്ടിയുള്ള ഉപായമാണ് ഇപ്പോൾ ധനവകുപ്പും സർക്കാരും ഒക്കെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. വയനാട് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സങ്കടകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പറയാതെ വയ്യ. കാരണം വലിയ തോതിലുള്ള രണ്ട് ടൗൺഷിപ്പ് പദ്ധതികൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന ജനങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയുള്ള ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായ അവരുടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെയുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നത്. അവിടെ ഏകദേശം 2 എസ്റ്റേറ്റുകളിലായി 240ഓളം കുടുംബങ്ങളാണ് അവിടെ വീടിന് അർഹതയുള്ളവരായി സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില കോടതികൾ കയറി ചില കാലതാമസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് മറികടക്കാൻ കഴിഞ്ഞു എന്നാണ് സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അവിടെ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൗൺഷിപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള. പക്ഷേ അതിന് പണം ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സർക്കാർ ഈ 2000 കോടിയുടെ ഒരു പാക്കേജാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിരുന്നത്. പക്ഷേ അതിന് പുറമെ ഗ്രാൻഡായി, അടിയന്തരമായി ഗ്രാൻഡായി 500 കോടി ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ കടമായി ലഭിക്കണമെന്നും, ഈ ഗ്രാൻഡ് നൽകുന്ന കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ കടമായി കുറച്ച് പണം തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിപ്പോൾ ഈ അവസാനം ആവശ്യപ്പെട്ട ഈ കടം മാത്രമായി സർക്കാർ 529 കോടി രൂപ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തുക വെച്ചുകൊണ്ട് എത്രത്തോളം സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളിയാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാർ ഈ വയനാട് പുനരധിവാസം